ബെത്ലഹേമിലെ പള്ളി കണ്ട് തിരിച്ചിറങ്ങി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ് കയറാൻ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ മാർക്കറ്റുള്ള പലസ്തീനിലെ മാർക്കറ്റുള്ളത്. ബെത്ലഹേം മാർക്കറ്റാണ്, പക്ഷെ പലസ്തീനിലാണല്ലോ. ചെറിയൊരു മാർക്കറ്റാണ്. ഇസ്രായേലിലെ ജെറുസലേമിലുള്ള മഹനി യഹൂദ മാർക്കറ്റ് പോലെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു മാർക്കറ്റ്. ചേച്ചി പറഞ്ഞിരുന്നു അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ ഇവർ വിലക്കുറവാണെന്ന്. പക്ഷെ നമ്മൾ സാധനമൊന്നും മേടിക്കാൻ പോയില്ല. ഈ കിടക്കുന്ന മഞ്ഞ കാറുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടാക്സി ആട്ടോ. ഇവിടുത്തെ കാറുകളുടെ നിറം എന്ന് പറഞ്ഞാൽ ടാക്സിയാണ്. അതായത് ഇസ്രായേലിൽ വെള്ള ടാക്സികളാണ്, ഇവിടെ മഞ്ഞ നിറത്തിലാണ് ടാക്സി വണ്ടികളുള്ളത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നൊരവസ്ഥയുണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ട്രീറ്റ് ഉണ്ടല്ലോ, സ്നേഹത്തോടെ നമ്മളെ വരവേൽക്കുന്ന പോലത്തെ, അതുപോലെയാണ് എനിക്കിവിടെ വന്നിട്ട് തോന്നുന്നത്. എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരാണെന്ന് പറയും. എനിക്കത് പറഞ്ഞ് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം വരുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയായിരുന്നു, എന്താവും യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇസ്രായേലിൽ നിന്നും കൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനത്തെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അവിടുന്ന് കിട്ടാത്ത ഒരു റെസ്പെക്റ്റും എന്താ പറയുക, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവർ തരുന്ന ഒരു വിലയുണ്ടല്ലോ, അതെനിക്ക് ഈ രാജ്യത്ത് വന്നപ്പോഴാണ് കിട്ടിയത്. എനിക്ക് എന്താ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയത്തില്ല. അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യന്മാർ, കുറേ ആൾക്കാർ കേട്ടോ. ചെറിയൊരു മാർക്കറ്റ്, ചെറുതല്ല അത്യാവശ്യം. ഞങ്ങൾ ബസ് കയറുന്ന സ്ഥലം വരെ എത്തുന്നിടം വരെ വലിയ നീണ്ടു കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. പഴവും പച്ചക്കറിയും ഡ്രസ്സും കാര്യങ്ങളും സ്വർണ്ണക്കടകളും എല്ലാം ഉള്ള ഒരു വലിയൊരു മാർക്കറ്റ് കേട്ടോ. പക്ഷേ ഇതിനേക്കാളൊക്കെ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരാണ്. സ്നേഹമുള്ള മനുഷ്യന്മാരെയാണ്. എന്തായാലും അതുപോട്ടെ. അതായത് 1920 മുതൽ 1948 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ബെത്ലഹേം പലസ്തീനിൽ, അന്ന് ആ കാലഘട്ടത്തിൽ പലസ്തീനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു ബെത്ലഹേം. തുടർന്ന് പലസ്തീൻ വിഭജിക്കപ്പെട്ട സമയത്ത് UN ജനറൽ അസംബ്ലിയിൽ, അതായത് 1947 ആ പ്രമേയത്തിലാണ് ബെത്ലഹേം ഐക്യരാഷ്ട്ര സംഘടന ഭരിക്കുന്ന ജെറുസലേമിൻ്റെ അന്താരാഷ്ട്ര എൻക്ലോവിൽ ഉൾപ്പെടുത്തിയത്. അതായത് 1947 ജെറുസലേമിൻ്റെ അന്താരാഷ്ട്ര എൻക്ലോവിൽ ഉൾപ്പെടുത്തിയത് 1947. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം, മൊത്തം നഗരവും ഇസ്രായേലും അറബ് രാജ്യമായ ഈ രാജ്യവും പിടിച്ചെടുത്തു. തുടർന്ന് 1947-48 കാലഘട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം ഈ നഗരം വീണ്ടും തിരിച്ചു പിടിച്ചെടുത്തായിരുന്നു. അപ്പം ഇസ്രായേൽക്കാർ നിരവധി അഭയാർത്ഥികളെ ഇസ്രായേലിലെ അഭയാർത്ഥികളായിരുന്ന ഒരുപാട് പേര് ബെത്ലഹേമിലേക്ക് പലായനം ചെയ്തു. അതിനെ തുടർന്ന് ഔദ്യോഗികമായിട്ട് ഒരു അഭയാർത്ഥി ക്യാമ്പുകളായി മാറി. പിന്നെ അത് സ്ഥിര താമസക്കാരാക്കി. അതായത് ബെത്ലഹേമിൽ ഒരുപാട് ക്രിസ്ത്യൻ ആൾക്കാരും അതുപോലെ തന്നെ അതിൽ കൂടുതലും മുസ്ലിങ്ങൾ അഭയാർത്ഥികളായിട്ട് വന്ന് താമസിച്ചിരുന്നു. തുടർന്ന് 1967 6 ദിവസത്തെ യുദ്ധത്തിനെ തുടർന്ന് ജോർദാൻ നഗരം ഈ ഭാഗം അവരുടെ നിയന്ത്രണത്തിന് നിലനിർത്തി. തുടർന്ന് വന്ന യുദ്ധത്തിൽ ബെത്ലഹേം ഇസ്രായേൽ പിടിച്ചെടുത്തു. തുടർന്ന് ഒരുപാട് യുദ്ധങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽക്കാർ ഇവിടുന്ന് മാറുകയും പലസ്തീൻ ആയി മാറ്റുകയും ചെയ്തത്. അതായത് പലസ്തീനിൻ്റെ ഒരു ഭാഗമായിട്ട് ബെത്ലഹേം മാറ്റുകയും ചെയ്തത്. അതായത് അതെന്ന് പറയുന്നത് 1995 ഡിസംബർ 1 ഇസ്രായേൽ സൈന്യം ബെത്ലഹേമിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. 3 ദിവസത്തിന് ശേഷം നഗരം വെസ്റ്റ് ബാങ്കിൻ്റെയും ഗാസയുടെയും നിയന്ത്രണത്തിൽ അവരുടെ കീഴിലേക്ക് അതായത് ബെത്ലഹേം പലസ്തീൻ്റെ കീഴിലേക്ക് വരികയായിരുന്നു. അതായത് 1995 ശേഷമായിരുന്നു കേട്ടോ. അത് യുദ്ധങ്ങൾക്കും ഒരുപാട് യുദ്ധങ്ങൾക്കും എല്ലാം കൂടി ഇതായിട്ടാണ് ഇവിടെ ഇപ്പം ഈ നഗരം ഈ രൂപത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മനുഷ്യന്മാരെക്കുറിച്ചാണ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും പറയാനുള്ളത്. നല്ല മനുഷ്യന്മാർ, ഒരുപാട് സ്നേഹമുള്ള മനുഷ്യന്മാരെന്ന് പറയാം. നമ്മളിപ്പം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ, അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെയാട്ടോ. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. ബെത്ലഹേമൊക്കെ ആകുമ്പോൾ ഒരുപാട് ക്രിസ്ത്യൻസ്, ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. അവർ തമ്മിലൊരു പ്രശ്നമില്ല. കുറച്ച് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ
രാജ്യങ്ങൾ തമ്മിലുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ചെറിയ ചെറിയ ആൾക്കാരുണ്ടാവില്ലേ, ചെറിയ ചെറിയ ആൾക്കാരല്ല, പ്രശ്നം ഉണ്ടാക്കണം എന്ന് വെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എന്ത് നല്ല മനുഷ്യന്മാരാടോ, സ്നേഹമുള്ള മനുഷ്യന്മാർ. എന്താ പറയുക, എനിക്ക് ഇവിടെ വന്നിട്ട് പേടി തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് കുറച്ച് ഡിലേ ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അവിടെ എന്തോ നമ്മൾ ചെക്കിങ്ങിൻ്റെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് 45 മിനിറ്റാണ് ആകെ എടുത്തത്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാൻ നേരത്ത് ചെക്കിങ്ങും നമ്മൾ ഇതിങ്ങോട്ട് കയറണമെങ്കിൽ, അത് ഇസ്രായേലിലോട്ട് കയറണമെങ്കിലാണ് ഭയങ്കര ചെക്കിങ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പം അതിന് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. പക്ഷേ ഇങ്ങോട്ട് വരാൻ നേരത്ത് പെട്ടെന്ന് വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് പേടിയാണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കിങ്ങിന് തിരിച്ചു പോകാൻ നേരത്ത് ബസ് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇനി ബസ് വരില്ല, ഇവിടെ പെട്ടുപോകുമോ, എന്താ അവസ്ഥ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരുപാട് പേര് നമ്മളടുത്ത് വന്ന് സംസാരിക്കുക, ഇന്ത്യ എന്നാണോ, എന്നൊക്കെയുണ്ട്, ഇന്ത്യ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമസ്തേ പറയുന്ന ഒരുപാടുണ്ടല്ലോ. ആദ്യം നമ്മൾ ഇസ്രായേലിലായാലും പലസ്തീനിൽ വന്നിട്ട് നമ്മൾ ആദ്യം കേൾക്കുക നമസ്തേയാണ്. ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ നമസ്തേ എന്നാട്ടോ ആദ്യം പറയാം. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, ഇഷ്ടമുള്ളൊരു കാര്യം. നമസ്തേ പറഞ്ഞിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് കയറി ഇവിടുന്ന് വേണം 231 കേട്ടോ ബസ് നമ്പർ. ബസ് കയറി തിരിച്ച് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ എന്താ പറയുക, ഡെവലപ്ഡ് കൺട്രി ഒന്നുമല്ല, പക്ഷേ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ഒരു കൺട്രിയാണ്. ഇവിടെയും ഷെക്കലാണ്, അതായത് ഇവർ യൂസ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറൻസി എന്ന് പറയുന്നത് ഷെക്കൽ തന്നെയാണ്. ഇസ്രായേലിൻ്റെ സെയിം കറൻസിയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്, ഷെക്കലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പേർക്ക് ഇവിടെ ഫുൾ അറബികളല്ല, ഹിബ്രു അറിയുന്നത്, ഇസ്രായേലിൽ ഹിബ്രു അറിയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഒരുപാട് പേര്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ കുറേ പിള്ളേർ കൂടിയായിരുന്നു കേട്ടോ. ഇവന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേക റെസ്പെക്റ്റാണ് കേട്ടോ. നമ്മൾ ബത്ലഹേം പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവർ മിൽക്ക് ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് കാണാൻ വന്നതാണ്. പക്ഷെ അവിടെ ഓപ്പൺ അല്ലായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കടകളും ചെറിയ ഈ കുഞ്ഞി ഈ എന്താ പറയുക രൂപങ്ങളൊക്കെ, ഉണ്ണീശോൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ കൂടി. ഇതൊക്കെ ചെറിയ ചാപ്പൽ പോലത്തെ ചെറിയ പള്ളികളാണ്. ഒരുപാട് പള്ളികളുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. ചേച്ചി എൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഫ്രണ്ടിൽ പോലെ മുഖം കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രണ്ടിൽ പോലെ എന്നാണ് പറയുന്നത് ചേച്ചിനോട്. അങ്ങനെ കുറേ പഴയ ബിൽഡിങ്സാണ് കേട്ടോ, നിങ്ങൾക്ക് കട്ട കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും കേട്ടോ ഇട്ടേക്കുന്നത്. നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാ ഭാഗങ്ങളും. അത്യാവശ്യം മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് അൽക്കുലത്തായിരുന്നു, അത് മാർക്കറ്റാണല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ, ഡെവലപ്ഡ് കൺട്രി ഒന്നും അല്ലല്ലോ, വളർന്നു വരുന്ന രാജ്യമാണല്ലോ. അപ്പം പിന്നെ ഇവിടെ അറിയാലോ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ രാജ്യം എടുത്ത് നോക്കുമ്പോൾ അറിയാലോ, നമ്മുടെ രാജ്യമൊക്കെ നോക്കുമ്പോൾ ഇത്രയും ക്ലീൻ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റി ഒക്കെ ഇടുന്നത് പറയുമ്പോൾ അതും കാര്യമാണ്. നമ്മുടെ രാജ്യം ക്ലീൻ അല്ല എന്നല്ല കേട്ടോ. അപ്പം പോപ്പുലേഷൻ്റെ അനുസരിച്ച് ബുദ്ധിമുട്ടുകൾ, ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കടകൾ അടയ്ക്കുന്നു കൂട്ടുന്നു അതൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ രാജ്യത്തും ഉള്ള പോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റാണ്, വൃത്തിയുണ്ട്. കുറേ ഈ ഗ്രോട്ടോ അങ്ങനത്തെ കുറേ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനൊരു രാജ്യത്ത് പേടിയോടെ വന്ന ഒരു രാജ്യത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നൊരു ഇതുണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഈ രാജ്യത്ത് വന്നിട്ട് 100% ഹാപ്പി. നല്ല മനുഷ്യന്മാരും നല്ല സ്നേഹമുള്ള ആൾക്കാരും. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു രാജ്യം. നല്ലൊരു ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബെത്ലഹേം വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അടിപൊളിയായിരുന്നു എന്തായാലും.